20 കോടി രൂപയ്ക്ക് ഒരു ഹോസ്പിറ്റൽ കെട്ടിടം പണിയുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ എത്രമാത്രം രോഗികൾക്ക്, എത്രമാത്രം ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള ഗുണം കിട്ടുക എന്നുള്ളതാണ് സുസ്ഥിര വികസനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ ഇപ്പം നമ്മളെല്ലാം ചർച്ച ചെയ്യുക, ഇവിടുത്തെ പൊതു മാർക്കറ്റിലെ വെളിച്ചെണ്ണയുടെ വില ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇല്ല. വൈദ്യുതിയുടെ എന്താണ് ചാർജ് ആരെങ്കിലും ചർച്ച ചെയ്തോ? ഇല്ല. വെള്ളക്കരം കൂട്ടിയത് ചർച്ച ചെയ്തോ? ഇല്ല. ഞാൻ പറയാം, 2016 വെളിച്ചെണ്ണയ്ക്ക് വില 112 രൂപ, ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില 400 രൂപ. സുസ്ഥിര വികസനമാണ്. അല്ല, അത് പക്ഷേ ആഗോളതലത്തിലും കൂടിയിട്ടുണ്ട്. 18 മാസം കുടിശ്ശികയാക്കി ഇറങ്ങിപ്പോയതാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാതെ. ഇനി നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടുന്ന ക്ഷേമ പെൻഷൻ 2000 രൂപയാണ്. ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോയപ്പോ 18 മാസം കൊടുക്കാതെ പോയതാണ്. വീട്ടമ്മമാരുടെ പെൻഷൻ, കണക്ട് വർക്ക് സ്കോളർഷിപ്പ് യുവജനങ്ങൾക്ക്. അപ്പൊ ഈ വികസനം ഒന്നും കാണുന്നില്ലേ? അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം. അപ്പൊ കേരളം സുസ്ഥിര വികസനം എന്താണെന്ന് അറിയത്തില്ല. രണ്ടുപേരും ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും വ്യക്തമാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞില്ല. പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് 30 ലക്ഷം തൊഴിലവസരം ഇവിടെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു. എത്ര ചെയ്ത്? ഇവിടെ PSC പരീക്ഷ എഴുതിയ ചെറുപ്പക്കാരുടെ എണ്ണം, PSCക്ക് അപേക്ഷിച്ചവരുടെ എണ്ണം 1.2 കോടിയാ. ജോലി കിട്ടിയവരുടെ പറഞ്ഞു. അതാണോ സുസ്ഥിര വികസനം? നമ്മൾ കൊല്ലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ദീർഘമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് കൊല്ലത്ത് ചോദ്യം. കൊല്ലം കോർപ്പറേഷന് 30 വർഷം ഭരിച്ചിട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കി കൊടുത്തു? ഞങ്ങള് പുള്ളിക്കട കോളനി, കേശവ ടൗൺ ഹാള്, ഇതൊക്കെ ആർക്കോട്ട് നിങ്ങളെ മേയറെ കല്യാണം നടത്തിയോടാ കൊല്ലം ടൗൺ ഹാൾ നടത്തിയോ? ആണോ ജോലി? കേശവൻ ടൗൺ ഹാളിലാണോ നിങ്ങളെ ഇവിടുത്തെ കോർപ്പറേഷന്റെ മേയറെ കല്യാണം നടത്തിയത്? ഇതൊക്കെ എവിടെ കാണിച്ചത്? ഇത് ടൗൺ ഹാൾ 30 വർഷം ഭരിച്ച് ഇവിടെ ഒന്നും ചെയ്തില്ല. കൊല്ലത്തിന് വേണ്ടിട്ട് ഒന്നും ചെയ്ത് നിങ്ങള് 30 വർഷം ഒന്നും ചെയ്തില്ല. നിങ്ങള് ചേട്ടാ കല്യാണം നടത്താനുള്ള പൈസ പിന്നെ ആരുണ്ടായി കൊടുക്കും? പൈസ ഉണ്ടായി കൊടുത്താറ് എല്ലാം പറഞ്ഞോ കാണിച്ചോ. അഴിമതി വിളിച്ചു പറയുകയാണ് ചിന്ത. അല്ല, താങ്കൾ ഇവിടെ പറഞ്ഞത് ആരാണ് ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കാനുള്ള പണം കൊടുത്തത് എന്നാണ് BJPയുടെ പ്രതിനിധി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ചാനലിൽ. ഞാൻ ഉത്തരവാദിത്തത്തോടെ പറയുന്നു, 1,97,00,000 രൂപയുടെ പ്രവർത്തനം വർക്ക് ടെൻഡർ ഇല്ലാതെ കൊടുത്തത് അഴിമതിയാണെങ്കിൽ അതിന്റെ വിവരാവകാശ രേഖ സെക്രട്ടറി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഴിമതിയാണ്. ചിന്ത ഒരു നിമിഷം ഇപ്പോ ഈ രേഖ 6 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതേ മാതൃഭൂമി ന്യൂസിൽ ഇതേപോലെ പരിപാടി കണ്ടെത്തുമ്പോ ഇതിന് കേസ് കൊടുത്തിട്ടേ ഞാൻ ഈ കേസ് കൊടുക്കാം. അങ്ങനെ കേസ് കണ്ടും വിരട്ടല് കണ്ടും ഞങ്ങളുടെ കൈ ശുദ്ധ